നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ ചാപ്റ്റർ 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമുക്കറിയാം ഇൻപുട്സ് അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സ്, നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റിസോഴ്സ് ആണല്ലോ ഇൻപുട്ട്. ഈ ഇൻപുട്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഫിക്സഡ് ഇൻപുട്സും ഉണ്ട്, വേരിയബിൾ ഇൻപുട്സും ഉണ്ട് അല്ലെ. ഫിക്സഡ് ഇൻപുട്സും വേരിയബിൾ ഇൻപുട്സും, അതായത് നമ്മുടെ ബിൽഡിങ്, മെഷീനറീസ് ഓക്കെ, ഇതൊക്കെ എന്താണ്? ഫിക്സഡ്. ക്യാപിറ്റൽ ഒക്കെ ഫിക്സഡ് ഇൻപുട്ട് ആണ്, നമുക്ക് പെട്ടെന്ന് വേരി ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ പറ്റുന്നതല്ല. അവരൊക്കെ പ്രൊഡക്ഷന് വേണ്ടി അല്ലെ, പ്രൊഡക്ഷൻ കൂട്ടണമെന്ന് പറഞ്ഞ് ഈ ഇൻപുട്ടുകളെ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പെട്ടെന്ന് സഡൻ പീരീഡിൽ, ഒരു ഷോർട്ട് പീരീഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വേരിയബിൾ ഇൻപുട്സ് എന്ന് പറഞ്ഞാലോ നമ്മൾക്ക് പ്രൊഡക്ഷനോ ഔട്ട്പുട്ടിന്റെ ലെവൽ അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇൻപുട്സ് ആണ് വേരിയബിൾ ഇൻപുട്സ്. ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ റോ മെറ്റീരിയൽസ്, ലേബേഴ്സ് തുടങ്ങിയവയ്ക്കാണ് എന്തിന് എക്സാമ്പിൾ ആണ് നമ്മുടെ വേരിയബിൾ ഇൻപുട്സ്. ഈ ഫിക്സഡ് ഇൻപുട്ടുകൾക്ക് വരുന്ന കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഫിക്സഡ് ഇൻപുട്ടുകൾക്ക് വരുന്ന കോസ്റ്റ് ആണ് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ ഇൻപുട്സിന് വരുന്ന കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. അതായത് ഫിക്സഡ് കോസ്റ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന് വരുന്ന റെന്റ്, മിഷനറിയുടെ കോസ്റ്റ്, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഫിക്സഡ് കോസ്റ്റുകളാണ്. അല്ലെങ്കിൽ പെർമനന്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി ഒക്കെ എന്താണ്? അതൊക്കെ ഫിക്സഡ് കോസ്റ്റ് ആണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, ടെമ്പററി എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, ഇതൊക്കെ എന്തായിട്ട് വരും? അതൊക്കെ വേരിയബിൾ കോസ്റ്റ് ആയിട്ട് വരും. അപ്പം ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു ബിൽഡിങ്ങിന്റെ റെന്റ്. നമ്മളുടെ പ്രൊഡക്ഷൻ കൂടിയാലും പ്രൊഡക്ഷൻ കുറഞ്ഞാലും, നമ്മൾ കൂടുതൽ സെയിൽ നടത്തിയാലും കുറവ് സെയിൽ നടത്തിയാലും, നമ്മുടെ റെന്റ് മന്ത്ലി എത്ര ആണോ, ഒരു 8,000 വെച്ചാണ് നമ്മൾ മന്ത്ലി റെന്റ് കൊടുക്കുന്നതെങ്കിൽ അതിന് ചേഞ്ച് ഇല്ല. പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും, സെയിൽ കൂടിയാലും കുറഞ്ഞാലും ഒന്നും നമ്മുടെ റെന്റിനെ അഫക്ട് ചെയ്യത്തില്ല. റെന്റ് ഫിക്സഡ് അല്ലേ. ഈ മാസം എന്റെ കടയിൽ സെയിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് റെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, റെന്റ് എന്തായാലും കൊടുത്തിരിക്കണം. അപ്പം പ്രൊഡക്ഷൻ ലെവൽ സീറോ ആയാലും, പ്രൊഡക്ഷൻ ലെവൽ ഇൻക്രീസ് ആയാലും, പ്രൊഡക്ഷൻ ലെവൽ ഡിക്രീസ് ആയാലും റെന്റിന് ചേഞ്ച് വരത്തില്ല. അപ്പൊ റെന്റ് എന്താണ്? ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ആകത്തില്ല. പ്രൊഡക്ഷൻ സീറോ ആണെങ്കിലും പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. വേരിയബിൾ കോസ്റ്റ് അങ്ങനല്ല. നമുക്ക് പ്രൊഡക്ഷൻ കൂടണം, പ്രൊഡക്ഷൻ കൂടുമ്പോൾ റോ മെറ്റീരിയൽ കൂടുതൽ ഉപയോഗിക്കും, അപ്പൊ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് കൂടും അല്ലെ. വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ആവും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കൂടും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കുറയും. വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ആകും, ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ആകില്ല. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഇതിന് കറക്റ്റ് ആയിട്ട് എല്ലാവരും ആൻസർ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും പ്രതീക്ഷിക്കുന്നു.